ഒരു ദിവസം മോള് നഴ്സറിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചർ ഒരു മെസ്സേജ് അയച്ചു, കുട്ടിയുടെ ഡയറി ഒന്ന് നോക്കുക, അവൾക്കൊരു മത്സരത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഡയറി എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മോളോട് ചോദിച്ചു നിനക്ക് എന്താണ് പ്രൈസ് കിട്ടിയെന്ന്. അപ്പോൾ പറഞ്ഞു എനിക്ക് തവളചാട്ട മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നത് ദാറ്റ് ഈസ് ഹെർ ഫസ്റ്റ് പ്രൈസ്, ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന സമ്മാനമാണ് ഈ തവളചാട്ട മത്സരത്തിന് കിട്ടിയ സമ്മാനം. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു പെട്ടെന്ന് ടച്ച് ചെയ്തു. കാരണം എൻ്റെ ജീവിതത്തിലും ഏറ്റവും ആദ്യമായി കിട്ടിയ സമ്മാനം എന്ന് പറയുന്നത് തവളചാട്ടത്തിൽ കിട്ടിയ സമ്മാനമാണ്. നഴ്സറി പഠിക്കുമ്പോൾ ഒരു മത്സരം തവളചാട്ടമാണെന്ന് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക, വിസിലടിക്കുമ്പോൾ ചാടി പോവുക. അന്ന് ചാടി പോയി ഫസ്റ്റ് മേടിച്ചു. പക്ഷേ രസകരമായ കാര്യം മോക്കും അതേ പ്രൈസ് തന്നെ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം കിട്ടിയിരിക്കുകയാണ്, ഫസ്റ്റ് പ്രൈസ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എനിക്ക് ഏറ്റവും ആദ്യം വിജയിച്ച ആ തവളചാട്ട മത്സരത്തിൽ പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ഫസ്റ്റ് വാങ്ങാതിരുന്നിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു 30 വയസ്സായ സമയത്തും എൻ്റെ കമ്പനിയുടെ ഭാഗമായി ഒരു തമാശ മത്സരത്തിൽ തവളചാട്ട മത്സരം നടന്നു. അന്നും എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ ചില സമയങ്ങളിൽ ഇത് തരുന്നൊരു കോൺഫിഡൻസ്, ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മളിലുണ്ടാകുന്ന ചില വിജയങ്ങൾ, നാം പോലും അറിയാതെ നേടിയ വിജയം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നൽകുന്ന ശക്തിയുണ്ട്. അത് നേടിയ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. ഇതൊക്കെയാണ് പല പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാജിക് മൈൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും ചെറുപ്പത്തിലുണ്ടായ ആ വിജയം പിന്നീട് കുറേ അധികം നാളുകൾ ആവർത്തിക്കുവാനും നിലനിർത്തുവാനുമായിട്ട് സാധിച്ചു. അന്ന് ഇതെന്താ മത്സരമെന്ന് പോലും അറിയത്തില്ല, എന്താണ് സംഭവിച്ചതെന്നും അറിയത്തില്ല, എന്തോ ഒരു വിജയം നേടി. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷവും ആ വിജയം ആവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ബാല്യകാലം നൽകുക എന്നുള്ളതാണ്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നമ്മളൊരു അധ്യാപകരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ബാല്യം നൽകുവാൻ, അവർക്ക് സന്തോഷം നൽകുവാൻ, അവർക്ക് ആത്മവിശ്വാസം നൽകുവാൻ, അവർക്ക് സുരക്ഷിതത്വം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ അറ്റാച്ച്മെൻറ്റ് എന്നൊരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ 3 തരം അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്ന് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, 2 അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, 3 ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. അതുപോലെ തന്നെ എറിക് ബേണിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം കാണുവാൻ സാധിക്കുന്നത് ചെറുപ്പത്തിൽ, ഇപ്പോൾ ക്രിട്ടിക്കൽ പേരൻറ്റിങ്, നർച്ചറിങ് പേരൻറ്റിങ് എന്നെല്ലാം പറയുന്നുണ്ട്, അല്ലെങ്കിൽ നാച്ചുറൽ ചൈൽഡ്, സ്റ്റബോൺ ചൈൽഡ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയ കുട്ടികൾ വളരെ നന്നായി വളരുകയും അവരുടെ ജീവിതത്തിൽ ലോങ് ടേം ആയിട്ടുള്ള സക്സസ്സും ലോങ് ടേം ആയിട്ടുള്ള ഹാപ്പിനെസ്സും നല്ല റിലേഷൻഷിപ്സ് എല്ലാം ബിൽഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ 2 കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒന്ന്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല വേദനകൾക്കും പരാജയങ്ങൾക്കും തോൽവികൾക്കും വീഴ്ചകൾക്കും എല്ലാം കാരണം നമ്മുടെ ചെറുപ്പത്തിലെ ചില സ്ക്രിപ്റ്റുകളാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാരണവശാലും നാം അതിനെക്കുറിച്ച് പരിതപിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എത്ര മോശമായിട്ടുള്ള ബാല്യകാലമായിരുന്നെങ്കിലും നാം മനസ്സിലാക്കേണ്ടത് നമുക്കിതിനെ മാറ്റുവാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആരും എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ജീവിതത്തിൽ തുടർച്ചയായി സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും വിജയിക്കുന്നില്ല, ഇതിനെല്ലാം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ആയിരിക്കാം, ഒരു ബ്രെയിൻ പ്രോഗ്രാമിംഗ് ആയിരിക്കാം, ഒരു ബ്രെയിൻ ഓഫ് മൈൻഡ് വയറിങ്ങോ ആയിരിക്കാം. ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ പുസ്തകം എല്ലാം പറയുന്നത് അത് തന്നെയാണ്. ആ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കണം. ഇനി രണ്ടാമത്, നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ, അവർ വളരെ ചെറുപ്പത്തിലുള്ളവരാണെങ്കിൽ, ഒപ്പം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ നല്ല ഒരു പഠനാനുഭവം നൽകുവാൻ ശ്രമിക്കുക, നല്ലൊരു ബാല്യം കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു പറഞ്ഞത്, സാർ എൻ്റെ ഫാദർ ഒരിക്കലും എന്നെ മോനെ എന്ന് വിളിച്ചിട്ടില്ല, എപ്പോഴും ഒരു തെറി കൂട്ടി മാത്രമാണ് എന്നെ വിളിച്ചിട്ടുള്ളൂ എന്ന്. സത്യത്തിൽ എനിക്കത് വളരെ സങ്കടം തോന്നി. പല ആളുകളുടെയും പ്രത്യേകിച്ച് വിവാഹ ജീവിതമെല്ലാം പരാജയപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്ന, അല്ലെങ്കിൽ പല പീഡനങ്ങളും ഏൽക്കേണ്ടി വരുന്ന ആളുകളുമായിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ ബാല്യകാലങ്ങൾ അവർക്കുണ്ടായിട്ടുള്ള ദുരിത അനുഭവങ്ങളും അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കാത്തതുമാണെന്നുള്ളതാണ്. ചില ആളുകളൊക്കെയും അതൊരു പോരാട്ട ബീജമുള്ളവരാക്കി മാറ്റുകയും വിജയത്തിലേക്ക് മാറ്റുകയും എല്ലാം ചെയ്യാറുണ്ടെങ്കിലും
പലപ്പോഴും ആളുകൾ തളർന്നു പോകാനായിട്ട് ഇടയാക്കുന്ന ഒരു കാര്യമാണത്. തീർച്ചയായും ജീവിതത്തിൽ നല്ലൊരു ബാല്യ അനുഭവം ഉണ്ടാകാൻ നമുക്ക് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.